ഹലോ ഗായ്സ്, കൂടിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മറ്റൊരു ഗെയിമിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതൊരു അടിപൊളി ഗെയിമാണ്. എല്ലാപ്പോഴും പറയുന്ന പോലെ ഞാൻ അടിപൊളി ഗെയിമിൻ്റെ വീഡിയോ ഇടാറുള്ളൂ. ഇതെന്ന് വെച്ചാൽ ഒരു സ്പൈഡർ ഒരു അടുക്കളയിൽ പട്ടിപ്പണി എടുക്കുന്നൊരു ഗെയിമാണ്. അതായത് നിങ്ങൾക്ക് സ്പൈഡേഴ്സിന് ഇഷ്ടമാണെങ്കിൽ ഈ ഗെയിം അടിപൊളിയായിട്ട് നിങ്ങൾ ആസ്വദിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഇത് എന്തോ ഈ സ്പൈഡർ വന്നിട്ട് ഒരു ലിസ്റ്റ് കാണിക്കും. ഒരു ലിസ്റ്റ് നിറച്ച് കാര്യങ്ങൾ മൊത്തം കംപ്ലീറ്റ് ചെയ്യണം. ചെറിയൊരു ഗെയിമാണ്, ഒരു ഫണ്ണി ഗെയിമാണ്. ഗ്രാഫിക്സ് ഒന്നും നിങ്ങൾ നോക്കാനേ പാടില്ല, കാരണം ഈ ഗെയിം ഗ്രാഫിക്സ് റെഫറൻസ് ചെയ്ത് എടുത്ത ഗെയിമല്ല. ഇത് ഫണ്ണ്, പിന്നെ കുറച്ച് ബുദ്ധി ഉപയോഗിക്കണം, കാരണം ചിലതൊക്കെ നമ്മൾ മനസ്സിലാക്കാനും കണ്ടുപിടിക്കാനും കുറച്ച് പാടാണ്. ഇതൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ച് എങ്ങനെയൊക്കെ എടുത്തതാണ്. ഞാൻ കളിക്കുമ്പോൾ തന്നെ ഇത് പാടുപെട്ടാണ് ഞാൻ കളിച്ചതെന്നറിയാമോ. പിന്നെ ഈ ഗെയിമിൻ്റെ പേര് ഞാൻ അവസാനം ഞാൻ പറയാം. ഈ സൂപ്പർ ഗെയിമാണ്. ഇതിനകത്ത് നമുക്കിപ്പോൾ സ്പൈഡറിന് ഇഷ്ടമല്ലാത്തവർ കാണും. അവരൊരു കാരണവശാലും പേടിക്കരുത്. സ്പൈഡർ പകരം നമുക്കൊരു ബോൾ ആകാൻ പറ്റും. അതായത് സ്പൈഡറിനെ പോലെ തന്നെ, പക്ഷേ നമുക്ക് ഉരുണ്ട് കളിക്കാം. ചാടുമ്പോൾ ബൗൺസ് ചെയ്യും. ഇതൊരു പന്ത് ബൗൺസ് ചെയ്യല്ലോ, ചാട് കുത്തി അതേപോലെ ബൗൺസ് ആവും. പിന്നെ ബാക്കിയെല്ലാം സ്പൈഡറിൻ്റെ എബിലിറ്റി തന്നെ. പിന്നെ ഇത് ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് നേരെ ഗെയിമിലേക്ക് കിടക്കരുത്. നിങ്ങൾ ട്യൂട്ടോറിയലൊന്ന് ട്രൈ ചെയ്യണം. ട്യൂട്ടോറിയൽ ഓപ്ഷൻ ഉണ്ട്, അത് ട്രൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഗെയിമിനെ കുറിച്ച് കൂടുതൽ നോളജ് കിട്ടും. ഈ ഗെയിമിൽ എങ്ങനെയാണ് കളിക്കേണ്ടത്, എങ്ങനെയാണ് സാധനങ്ങൾ എടുക്കേണ്ടത്, എങ്ങനെയാണ് വല ഉപയോഗിച്ച് ഈ സാധനങ്ങൾ പൊക്കേണ്ടത്, ഐഡിയാസൊക്കെ കിട്ടും. അപ്പം അങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഞാനങ്ങനെ ട്യൂട്ടോറിയൽ കണ്ടിട്ടാണ് ഈ ഗെയിം കളിച്ചത്. എന്തായാലും ട്യൂട്ടോറിയൽ നല്ല ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ട് ട്യൂട്ടോറിയൽ കണ്ടിട്ട് മാത്രം ഈ ഗെയിം കളിക്കാൻ ട്രൈ ചെയ്യുക. ഇനിയും ഇതേപോലെ റിവ്യൂസൊക്കെ ഒത്തിരി വരുന്നുണ്ട്. പിന്നെന്താ ഈ ഗെയിമിനെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഈ സ്പൈഡേഴ്സ് സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിലാണ് ഒച്ച വരുന്നത്. അതായത് മറ്റേ ഡൊണാൾഡ് ഡക്കിൻ്റെ ഒക്കെ കാർട്ടൂണി ഡൊണാൾഡ് ഡക്കൊക്കെ സൗണ്ട് ഉണ്ടാക്കുമല്ലോ, അതേ സൗണ്ടാണ് ഇതിനകത്ത് അവരിങ്ങനെ വെച്ചേക്കുന്നത്. പിന്നെ ഇവർക്ക് മറ്റേ സ്പൈൻ്റെ സൗണ്ടൊക്കെ വെച്ചിട്ട് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംസാരിക്കാനുള്ള ഓപ്ഷനും ആ കളറിൻ്റെ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്പൈഡറിൻ്റെ ഒരു വലയുണ്ടല്ലോ, അതിൻ്റെ കളറൊക്കെ മാറ്റാൻ പറ്റും. പിന്നെ ഇതിന് നമുക്കൊരു കളർ ഡിസൈൻ തന്നെ കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഗെയിം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഉള്ള കളറാണ്. നിങ്ങൾക്കിന് വേറെ കളറൊക്കെ ചൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് സെറ്റിങ്സ്, ഗ്രാഫിക്സ് കൂട്ടാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഗെയിമിലുള്ളത്. എന്തായാലും നിങ്ങൾ ഈ ഗെയിം കളിക്കുക. വിഷയം ഗെയിമാണ്. ഇങ്ങനത്തെ കുറേ റിവ്യൂ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഈ റിവ്യൂ കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. വലിയ ഡീറ്റെയിൽസായിട്ട് പറയാനൊന്നുമില്ല. ഒരു 8 കാലി ഇഷ്ടമുള്ളവൻ ഇല്ല, ഇപ്പോൾ ഇഷ്ടമല്ലാത്തവനും കളിക്കാം കേട്ടോ. ഇഷ്ടമല്ലാത്തവന് ഇഷ്ടപ്പെടാനും കൂടെ ഉള്ള ഗെയിം. അതായത് 8 കാലിയുടെ അവസ്ഥ ഇങ്ങനെയാണ്. അതായത് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്യുക, ഇപ്പോൾ ഒരു സാധനം എടുത്തിട്ട് വേറൊരു സ്ഥലത്ത് വെക്കാൻ ഒരു 5 സെക്കൻഡ് 6 സെക്കൻഡ് മതി. ഇല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോക്കാൻ 1 മിനിറ്റ് തന്നെ മതി. ബട്ട് ഈ ഗെയിമിനകത്ത് ഈ ഒരു സ്പൈഡർ എത്ര സമയം എടുത്തിട്ടാണ് ഈ ഒരേ സാധനം ഓരോ സ്ഥലത്തോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നറിയാമോ. ഈ കളി കളിക്കുമ്പോൾ സ്പൈഡേഴ്സിൻ്റെ യഥാർത്ഥ വില മനസ്സിലാവും, അവരോട് സ്നേഹം തോന്നും. അങ്ങനൊരു ഗെയിമും കൂടെയാണിത്. ഇത് നല്ലൊരു ഗെയിമാണ്, നിങ്ങൾ ട്രൈ ചെയ്യ്. ഈ വീഡിയോയുടെ അവസാനം ഒരു ടെക്സ്റ്റായിട്ട് വരുന്നതായിരിക്കും ഈ ഗെയിമിൻ്റെ പേര്. ബൈ.